ഇനി നോക്കാം ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഹോണ്ട എച്ച് ലോഗോ പുതുക്കാൻ ഒരുങ്ങുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ അടുത്ത ഘട്ടം ലക്ഷ്യമിട്ടാണ് ഈ മാറ്റം. 1963 മുതൽ ഉപയോഗത്തിലുണ്ടായിരുന്ന ലോഗോയ്ക്ക് പൂർണ്ണമായും ആധുനികവും ഭാവിയേറിയതുമായ രൂപമാണ് കമ്പനി നൽകുന്നത്. ഈ മാറ്റം ഒരു ഡിസൈൻ അപ്ഡേറ്റ് മാത്രമല്ല, ഹോണ്ടയുടെ ഭാവിയെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള നീക്കത്തെയും അടയാളപ്പെടുത്തുന്നു. അടുത്ത തലമുറ ഇലക്ട്രിക് വാഹനങ്ങൾക്കായി ഹോണ്ട പുതിയ ലോഗോ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഹോണ്ട 0 സീരീസ് ഉപയോഗിച്ച ഇലക്ട്രിക് വിപണിയിൽ ഒരു പുതിയ തുടക്കം കുറിക്കുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചു. പാരമ്പര്യ ഐഡന്റിറ്റിക്ക് അപ്പുറത്തേക്ക് നീങ്ങാനും പുതിയ വെല്ലുവിളികളും സാങ്കേതിക പുരോഗതിയും സ്വീകരിക്കാനുമുള്ള ഹോണ്ടയുടെ പ്രതിബദ്ധതയാണ് പുതിയ ഡിസൈൻ പ്രതിഫലിപ്പിക്കുന്നത്. പുതിയ എച്ച് മാർക്ക് ഡിസൈൻ വളരെ പ്രതീകാത്മകമാണ്. ഇത് 2 നീട്ടിയ കൈകളോട് സാമ്യമുള്ളതാണ്. ഇത് മൊബിലിറ്റി വികസിപ്പിക്കുന്നതിനും ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ വിശ്വസ്തയോടെ നിറവേറ്റുന്നതിനുമുള്ള കമ്പനിയുടെ പ്രതിബദ്ധതയെ പ്രതികരിക്കുന്നതായി കമ്പനി പറയുന്നു. ഈ പുതിയ രൂപം മുമ്പത്തേക്കാൾ ലളിതവും മെലിഞ്ഞതുമാണ്. ഹോണ്ടയുടെ പുതിയ ലോഗോ കാറുകളിൽ മാത്രമായി പരിമിതപ്പെടുത്തില്ല. കമ്പനിയുടെ മുഴുവൻ ഓട്ടോമൊബൈൽ ബിസിനസ്സിലും ഇതൊരു ചിഹ്നമായി ഉപയോഗിക്കും. ഹോണ്ട ഡീലർഷിപ്പുകൾ, ബ്രാൻഡ് പ്രൊമോഷനുകൾ, മീഡിയ, മോട്ടോർ സ്പോർട്സ് ഇവന്റുകൾ എന്നിവയിൽ പോലും ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ പുതിയ എച്ച് ലോഗോ കാണാൻ കഴിയും. പുതിയ എച്ച് മാർക്ക് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കും. 2027 അതിനുശേഷവും പുറത്തിറക്കുന്ന പുതിയ മോഡലുകളിൽ തുടങ്ങി അടുത്ത തലമുറ ഇലക്ട്രിക് വാഹനങ്ങളിലും ഹൈബ്രിഡ് മോഡലുകളിലും ഇത് അവതരിപ്പിക്കാൻ കമ്പനി പദ്ധതിയിടുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഓർഡർ ചെയ്ത സാധനങ്ങൾ ഇനി വീട്ടിലേക്ക് പറന്നെത്തും. ഡെലിവറി ബോയ്ക്ക് പകരം ഡ്രോൺ ആകും. ഓൺലൈൻ ഷോപ്പിംഗ് രംഗത്ത് വിപ്ലവകരമായ നീക്കവുമായി ആമസോൺ. ഓൺലൈൻ ഷോപ്പിംഗ് രംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിനൊരുങ്ങി ആമസോൺ. ഉപഭോക്താക്കൾ ഓർഡർ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഡ്രോണുകൾ വഴി നേരിട്ടെത്തിക്കാനുള്ള പരീക്ഷണ പറക്കലുകൾ UK-യിൽ കമ്പനി ആരംഭിച്ചു. ഈ വർഷം അവസാനത്തോടെ UK-യിൽ പൂർണ്ണതോതിൽ ഡ്രോൺ ഡെലിവറി നടപ്പാക്കാനാണ് ആമസോണിന്റെ ലക്ഷ്യം. UK-യിലെ ഡാർലിംഗ്ടണിലുള്ള സിമട്രി പാർക്കിലെ കേന്ദ്രത്തിൽ നിന്നാണ് നിലവിൽ പരീക്ഷണങ്ങൾ പുരോഗമിക്കുന്നത്. 2.3 കിലോഗ്രാമിൽ താഴെ ഭാരമുള്ള പാഴ്സലുകൾ ഓർഡർ ചെയ്ത് 2 മണിക്കൂറിനുള്ളിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇതിനായി MK13 എന്ന അത്യാധുനിക ഡ്രോൺ മോഡലാണ് ആമസോൺ വികസിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഉപഭോക്താക്കൾക്കായി ഡ്രോൺ ഡെലിവറി സേവനം ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്നും കമ്പനി വ്യക്തമാക്കി. മെഷീൻ ലേണിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ഈ ഡ്രോണുകൾക്ക് മനുഷ്യർ, വളർത്തുമൃഗങ്ങൾ, മറ്റ് തടസ്സങ്ങൾ എന്നിവ സ്വയം തിരിച്ചറിയാൻ കഴിയും. ക്യാമറയുടെ സഹായത്തോടെ മറ്റ് വിമാനങ്ങളോ ഡ്രോണുകളോ പാതയിലുണ്ടോ എന്ന് നിരീക്ഷിച്ച് അപകടങ്ങൾ ഒഴിവാക്കാനും സംവിധാനം സജ്ജമാണ്. നിലവിൽ വ്യോമയാന അതോറിറ്റിയുടെ മേൽനോട്ടത്തിലാണ് പരീക്ഷണങ്ങൾ നടക്കുന്നത്. വിവിധ വസ്തുക്കളെ തിരിച്ചറിയാൻ പരിശീലനം ലഭിച്ച നൂതന മെഷീൻ ലേണിംഗ് മോഡലുകളെ ആശ്രയിച്ചാണ് ആമസോണിന്റെ ഡ്രോൺ ഡെലിവറി സംവിധാനത്തിന്റെ പറക്കൽ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ആപ്പിളിന്റെ ബജറ്റ് ഫ്രണ്ട്ലി ഐഫോൺ ശ്രേണിയിലെ പുതിയ മോഡലായ iPhone 17e അടുത്ത മാസം വിപണിയിലെത്താൻ സാധ്യത. മുൻപ് പുറത്തിറക്കിയിരുന്ന iPhone SE മോഡലുകളുടെ പരിഷ്കരിച്ച പതിപ്പാണ് ഈ സീരീസ്. ഓരോ വർഷവും പുതിയൊരു ബജറ്റ് മോഡൽ വിപണിയിൽ എത്തിക്കാനുള്ള ആപ്പിളിന്റെ നീക്കത്തിന്റെ ഭാഗമായാണ് 17e വരുന്നത്. 2025 ഫെബ്രുവരിയിലാണ് iPhone 16e പുറത്തിറക്കിയത്. മുൻപ് 2-3 വർഷം ഇടവേളകളിൽ പുറത്തിറങ്ങിയിരുന്ന iPhone SE മോഡലിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഈ സീരീസ്. എന്നാൽ ഇനി മുതൽ എല്ലാ വർഷവും iPhone E മോഡൽ അവതരിപ്പിക്കാനാണ് ആപ്പിളിന്റെ പദ്ധതി. ചൈനീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ വൈബോയിൽ വന്ന ലീക്കുകൾ പ്രകാരം iPhone 17eയുടെ നിർമ്മാണം ആപ്പിളിന്റെ അസംബ്ലിംഗ് പങ്കാളികൾ ഉടൻ ആരംഭിക്കും. ഡിസൈൻ കാര്യത്തിൽ 16e മോഡലിൽ നിന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകില്ലെന്നാണ് സൂചന. 3.1 ഇഞ്ച് ഐലൻഡ് ഡിസ്പ്ലേ, iPhone 17 ലൈനപ്പിൽ ഉപയോഗിക്കുന്ന A19 ചിപ്പ്, ഡയനാമിക് ഐലൻഡ് എന്നിവ iPhone 17eയിൽ ഉൾപ്പെടുമെന്നാണ് വിവരം. കുറഞ്ഞ വിലയിലുള്ള ഫ്ളാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണുകളുമായി നേരിട്ടുള്ള മത്സരമാണ് iPhone 17eക്ക് വിപണിയിൽ നേരിടേണ്ടി വരിക. ലോഞ്ച് ടൈം ലൈൻ സംബന്ധിച്ച സൂചനകൾ പ്രകാരം ഫെബ്രുവരി മധ്യേ iPhone 17e അവതരിപ്പിക്കാനാണ് സാധ്യത. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 19-നായിരുന്നു iPhone 16e പുറത്തിറക്കിയത്. ഈ വർഷം ഫെബ്രുവരി 18-ന് iPhone 17e അവതരിപ്പിച്ചേക്കാമെന്നും ഫെബ്രുവരി 27 മുതൽ വിപണിയിൽ ലഭ്യമാകാമെന്നും ലീക്കുകളിൽ പറയുന്നു. എന്നാൽ മൊബൈൽ വേൾഡ് കോൺഗ്രസ് മാർച്ച് 2 മുതൽ 5 വരെ നടക്കുന്നതിനാൽ ഇത്തവണ മാർച്ച് മാസത്തിലേക്കും ലോഞ്ച് നീളാൻ സാധ്യതയുണ്ട്. സാംസങ്ങിന്റെ ഗാലക്സി S26 സീരീസ് പുറത്തിറങ്ങാനിരിക്കുന്ന സാഹചര്യവും കണക്കിലെടുത്താവും ആപ്പിൾ iPhone 17eയുടെ ഔദ്യോഗിക ലോഞ്ച് തീയതി പ്രഖ്യാപിക്കുക. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.